വിശേഷം നമസ്കാരം. ബംഗ്ലാദേശിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ, നമ്മുടെ മീഡിയ ഫണ്ട് അടക്കമുള്ളവർ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ കലാപം തന്നെയാണ് നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ കലാപം. ചൈനയും പാകിസ്ഥാനും കൂടെ ഗൂഢാലോചന നടത്തിയത് സൗദിയിലും പിന്നെ ലണ്ടനിലും വെച്ചിട്ടാണെന്ന് അവിടെയുള്ള ബംഗ്ലാദേശിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിന് വിവരം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയുടെ ആൾക്കാർക്കും കിട്ടിക്കാണും. കാരണം അജിത് ഡോവലിന്റെ രണ്ട് റഫേൽ വിമാനങ്ങളൊക്കെ അയച്ചിരുന്നല്ലോ ഷെയ്ഖ് ഹസീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അതിന്റെ അകമ്പടിയോടുകൂടിയാണ് ഹസീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ബംഗ്ലാദേശിന്റെ ഗതി എന്തായിരിക്കും? ഇനി ബിജുചേട്ടൻ എന്നോട് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാന്റെ ഗതി ഇപ്പൊ നമുക്കറിയാലോ. പട്ടിണി മരണങ്ങളും. അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഏഴാം കൂലി രാജ്യമായി മാറിക്കഴിഞ്ഞു ലോകത്തിന് മുമ്പിൽ. അവിടെയുള്ള താലിബാനെയൊക്കെ ഇപ്പൊ വലിയ വലിയ ശക്തികൾ ഉപയോഗിക്കുന്നത് കൊട്ടേഷൻ ടീമുകൾക്കും മറ്റുമാണ്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന് ഇനി പട്ടിണി മരണങ്ങളുടെ കാലമായിരിക്കും എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. ബംഗ്ലാദേശിനെ കൊണ്ട് ഇനി ബംഗ്ലാദേശിന് പാകിസ്ഥാനും ചൈനയും ഒക്കെ അവിടെ കയ്യേറി കടന്നു വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശിലെ ജനങ്ങളെയൊക്കെ ഇപ്പോൾ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഹൈജാക്ക് ചെയ്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇനി ബംഗ്ലാദേശിൽ പട്ടിണി മരണങ്ങളായിരിക്കും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്തായിരിക്കും ബംഗ്ലാദേശിന്റെ ഗതി? അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ബംഗ്ലാദേശ് കുറച്ചു ഉം, നാൾക്ക് മുമ്പ് വാർത്തകൾ ഇടം പിടിച്ചത് അവിടെ ഏതാണ്ട് ഉം, ഒരു മാസത്തിനടുത്ത് പവർ കട്ട് ഉണ്ടായിരുന്നു. ആർക്കും കറണ്ട് ഇല്ല, വൈദ്യുതി ഇല്ലാതെ വന്നൊരു സാഹചര്യം. അത് ഈ കൽക്കരി ഇല്ലാതെ വന്നതാണ്, ഷോർട്ടേജ് വന്നതാണ് ആ ഒരു പ്രശ്നത്തിന് കാരണമായത്. അന്ന് ഇന്ത്യയിലും ഷോർട്ടേജ് ഉണ്ടാകും. ഷോർട്ടേജ് നമുക്ക് കൽക്കരി ഇല്ലാത്തതല്ലായിരുന്നു നമ്മുടെ പ്രശ്നം. ഈ കനത്ത മഴയെ തുടർന്ന് ഈ കൽക്കരി ഉം, പാടങ്ങളിൽ വെള്ളം നിറഞ്ഞിട്ട് കൽക്കരി നമുക്ക് അവിടുന്ന് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു നമ്മുടെ രാജ്യത്ത്. ആ ഉം, ഒരു സാഹചര്യത്തിൽ ഉം, ഈ ബംഗ്ലാദേശിലും അവിടെ പവർ കട്ട്, ഉം, നമ്മുടെ ഇവിടെ പവർ കട്ട് വന്നില്ല. ക്ഷാമം വരുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു. കാരണം ഈ വെള്ളം മുഴുവൻ ഇതാകാതെ നമുക്ക് എടുക്കാം. പക്ഷെ ആ സമയത്ത് നമ്മളാണ് അവർക്ക് കൽക്കരി കൊടുത്തവരെ സഹായിച്ചത്. അപ്പോ അത്തരം ഒരു പ്രതിസന്ധി വന്ന ഒരു രാജ്യമാണ് ഇത്. പിന്നെ ഈ എന്താ പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് ഒരുപാട് നഷ്ടമുണ്ട് ഇപ്പൊ അവിടുത്തെ ഒരു ഇപ്പോഴത്തെ സംഘർഷം കാരണം. കാരണം നമുക്ക് ഒരു മാസം 300 മില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് നമുക്ക് ബംഗ്ലാദേശിലുള്ളത്. ചൈന കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ. അതായത് ഉം, 30 മില്യൺ ഡോളേഴ്സിന്റെ ബിസിനസ് ഒരു ഡേ, പെർ ഡേ നടക്കുന്നുണ്ട്. അത് ഈ നടക്കുന്നത് ഉം, വൻകിട ബിസിനസ്സുകാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഈ ട്രക്കുകളിലും മറ്റും ഒക്കെ സാധനം എത്തിക്കുന്ന ഇടത്തരം ഉം, ബിസിനസ്സുകാരുണ്ട്. അപ്പൊ ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കൊച്ചു ബീഹാറിന്റെ ഒക്കെ ബോർഡറിൽ കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടികൾ കെട്ടിക്കിടക്കാണ്, ട്രക്കുകൾ. അതായത് ഉം, ചൈന ഉം, കഴിഞ്ഞാൽ ഇന്ത്യയാണ് അവർ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശ് ആശ്രയിക്കുന്നത്. ഉം, തുണിയായാലും ഇപ്പൊ ഉള്ളി, പിന്നെ ഗോതമ്പ്, റൈസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഭയങ്കരമായി ഈ ഇന്ത്യയുടെ ഇവരെ ബാധിക്കുന്നുണ്ട്. അതുപോലെ അതിന്റെ ഇരട്ടിയായിട്ട് ബംഗ്ലാദേശിനെ ബാധിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മുമ്പ് ഇപ്പോഴും, അതായത് നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ട്രേഡിംഗ് നിർത്തിവെച്ചു. നമ്മുടെ ഉം, പഞ്ചാബ് അതിർത്തി വഴിയൊക്കെ ഉള്ള ഉം, ട്രേഡിങ്സ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ സബോള, അതുപോലെ തന്നെ ഈ ഈ പരിപ്പ്, പിന്നെ ഉരുളൻകിഴങ്ങ്, ഇതൊക്കെ നമ്മൾ അവിടെ നിന്നുള്ള ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൻകിട എക്സ്പോർട്ടേഴ്സിനല്ല ഞാൻ ഈ പറയുന്നത്, ഈ ചെറുകിട എക്സ്പോർട്ടേഴ്സിന് ഈ ട്രക്കുകളിലും മറ്റുമൊക്കെ 5 ടൺ അല്ലെങ്കിൽ 10 ടൺ അല്ലെങ്കിൽ ഒരു 50 ടൺ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കച്ചവട ഉള്ള ഒരു ട്രേഡിംഗ് നടന്നു. അതെല്ലാം നമ്മൾ വെച്ചായിരുന്നു. അങ്ങനെയാണ് ഈ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരം ബിസിനസ്സുകാരൊക്കെ പൊട്ടിപ്പോയി. അവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയായിട്ട് ട്രേഡിംഗ് തുടങ്ങണമെന്നാണ്. നമുക്കതുകൊണ്ട് ചെറിയ നഷ്ടമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് സവോള ആയാലും ഈ പരിപ്പായാലും ഈ ഉരുളൻകിഴങ്ങായാലും ഒക്കെ ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്നതിന് വിലക്കുറവുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ എത്തുമ്പോൾ. അത് വിലക്കുറവുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ ആൾക്കാരും അത് കുറെയൊക്കെ വാങ്ങിയിരുന്നു. ഇതേപോലെ തന്നെ ഇന്ത്യയിൽ ഉം, നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടെ ഇപ്പോ ഒരു യുകെയുടെയോ ഇല്ലെങ്കിൽ USA ഒക്കെ ഒരു സാധനം വാങ്ങുന്നതിന്റെ പകുതി പൈസ പോലും ഇല്ലാതെ ഇന്ത്യയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കിട്ടും. ഇപ്പൊ ഉദാഹരണം മ്യാൻമാറിൽ തന്നെ നമ്മുടെ വാഹന കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു രാജ്യം മ്യാൻമാറാണ്. മ്യാൻമാറിൽ ഓടുന്ന ഉം, ഏതാണ്ട് ഒരു 80% മുകളിലുള്ള വാഹനങ്ങൾ ഇന്ത്യയുടേതാണ്. പ്രത്യേകിച്ച് പിക്കപ്പ് വാഹനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ ഉം, മിനി ലോറിയൊക്കെ ഉണ്ടല്ലോ ഓരോ നമ്മുടെ രാജ്യത്ത്, ടാറ്റയ്ക്കൊക്കെ. ഉം, അതൊക്കെയാണ് അവിടെ ഓടുന്നത്. അപ്പൊ ഈ ബംഗ്ലാദേശിന്റെയും അവരുടെ ഒരു വലിയ നമ്മുടെ ഒരു വലിയ വിപണിയാണ് ബംഗ്ലാദേശ്. അപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങാതെ വന്നു കഴിഞ്ഞാൽ അത് അവരെ ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് നയിക്കും. ക്യാഷ് വേണമല്ലോ, ഉം, ഉം, ജോലി ഉണ്ടാകും. പ്രത്യേകിച്ച് അവിടെ അങ്ങനെ വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന രാജ്യമൊന്നുമല്ല. അപ്പൊ അവിടെ ഉള്ളവരുടെ ഉം, നിത്യ തൊഴിലാണ് ഈ കലാപം മൂലം നശിക്കുന്നത്. ഇപ്പൊ ഒരു രസം ഉം, കാണും. ഈ നമ്മള് വീട്ടിലിരുന്നില്ല, റൂമിൽ ഇരുന്നിട്ട് ഈ ഫുട്ബോളിന്റെ മാച്ച് കാണുന്ന 1-1, 2-1 എന്ന് പറഞ്ഞിട്ട് മാച്ച് കണ്ട് ഉം, രസിക്കാൻ ഒരു സുഖം കാണും. ഉം, പക്ഷെ ഇച്ചിരൂടെ ഉം, കഴിയുമ്പോഴത്തേനും ഈ പട്ടിണി വന്നു കഴിയുമ്പോഴത്തേനും ജീവിതത്തിന്റെ ഉം, ശൈലിയാ മാറുന്നത്.
ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാൻ ഭയങ്കരമായ മതനിയമങ്ങളുള്ള ഒരു രാജ്യമാണ് അവിടെ. പക്ഷെ അവിടെ പന്നിയിറച്ചി വിൽക്കുന്ന കട തുറക്കേണ്ട ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാൻ പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വലുതായിട്ട് പിടിമുറുക്കി പാകിസ്ഥാൻ ദരിദ്രമായി തുടങ്ങിയപ്പോ. അപ്പൊ അവരുടെ ഒരുപാട് പ്രൊജക്ടുകൾ, ചൈനയുടെ പ്രൊജക്ടുകൾ പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊജക്ടുകൾ. അപ്പൊ അതിനായിട്ട് ആയിരക്കണക്കിന് ചൈനീസ് പൗരന്മാരാണ് അവിടെ പണിയെടുക്കുന്നത്. അവർക്ക് ഈ പന്നിയിറച്ചി വേണം. അപ്പൊ പാകിസ്ഥാൻ നിയമം പറഞ്ഞുകൊണ്ടിരുന്ന ചൈനക്കാരന് പണിയെടുക്കാൻ പറ്റത്തില്ല. അവിടെ വളരെ മോശം, സ്ത്രീകളെ പോലും ഇവരുടെ സെക്ഷൽ യൂസിന് വിട്ടുകൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ സർക്കാർ മാറുന്നു. അങ്ങനെ അങ്ങോട്ട് തകർന്നടിഞ്ഞ്, അതായത് ഈ കലാപം നടത്തുന്നവർ, സംഘർഷം ഉണ്ടാകുന്നവർക്ക് അറിയുന്നില്ല എന്താണ് അവർ ചെയ്യുന്നത്. ഒരു സമരം, നമുക്കൊരു പ്രതിഷേധം ഉണ്ടാകാം ഭരണകൂടങ്ങൾക്കെതിരെ, പക്ഷെ അത് വലിയ രീതിയിലുള്ള ഭ്രാന്തായിട്ട് മാറുകയാണ്. ഇപ്പം ശ്രീലങ്കയിൽ നമ്മൾ കണ്ടില്ലേ, കൊട്ടാരം തീ വെക്കുന്നു, പ്രസിഡന്റിനെ ഓടിക്കുന്നു. എന്നിട്ട് എന്തായി, ഒരു ചായക്ക് എത്ര രൂപയാണെന്ന് അവിടുത്തെ ഒരു ക്രിക്കറ്റർ പറയുന്ന, നമ്മൾ വീഡിയോ കണ്ടതാണ്. ക്രിക്കറ്റർ പറയുന്ന ഒരു ചായക്ക് 500 രൂപ 600 രൂപയിലേക്ക് എത്തി അവിടെ. ഇന്ന് എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരു ഗതിയും പരഗതി ഇല്ലാതായിപ്പോ. അതായത് നമുക്ക് ഈ റൂമുകളിൽ ഇരുന്നിട്ട് ഇപ്പോ നമുക്കൊരു സുഖം തോന്നും ഈ കലാപങ്ങൾ കാണുമ്പോൾ, കൊള്ളാം, കൊല്ലുന്നു തിന്നുന്നു എന്നൊക്കെയുള്ളൂ. പക്ഷെ കലാപാനന്തരമായ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത് അഫ്ഗാനിസ്ഥാൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, യമൻ കാണിച്ചു തന്നിട്ടുണ്ട്, പാകിസ്ഥാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ശ്രീലങ്ക കാണിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെ സിറിയ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത് മ്യാൻമാർ കാണിച്ചു തന്നിട്ടുണ്ട്, ഇല്ലേ? ഇവിടെ എല്ലാം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായിരുന്നു ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൽ ഭീകരവാദ സംഘടനകളൊക്കെ വലിയതായിട്ട് ഉണ്ടായിരുന്നെങ്കിലും അവർ വലിയ രീതിയിൽ തലപൊക്കാതെ മുൻപോട്ട് പോവുകയായിരുന്നു. കാരണം അവർക്ക് ഇപ്പം ഭീകരന്മാരെ സംബന്ധിച്ച് അവർ മരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതിന്റെ കൂടെ അവരൊരു വലിയ ജനവിഭാഗത്തിന് ബലി കൊടുക്കുന്നു, ഇല്ല കുരുതി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അവർ ചെറുതായിട്ടെങ്കിലും മുമ്പ് എനിക്ക് തോന്നുന്നത് ഈ ഏതോ NGOയുടെ ഇൻഡെക്സ് ഒക്കെ ഉണ്ട്, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് വികസിക്കാൻ പോകും, ഇന്ത്യയേക്കാൾ മുൻപേ വികസിത രാജ്യമായി മാറും, അങ്ങനെ അതൊക്കെ ഇൻഡെക്സ് ആണ്. സന്തോഷ സൂചികയിൽ ഇന്ത്യയേക്കാൾ മുകളിലാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക അത് പറഞ്ഞ് നാക്കുവായിടുന്നതിന് മുമ്പാണ് പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ കത്തിച്ച് സാധനം ഉണ്ടായത്. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എന്താണ്, പെട്രോളിന്റെ വില ഇന്ത്യയേക്കാൾ കുറവാണ്, ഗോതമ്പ് നമ്മൾ കൊടുത്തില്ല, കഞ്ഞി കുടിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ ഇത് വലിയ, പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വലിയ രീതിയിൽ തന്നെ ബംഗ്ലാദേശിനെ ഈ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് സഹായിക്കേണ്ടതായിട്ട് വരും ഈ കലാപത്തിന്റെ ഇതില്. പിന്നെ ബംഗ്ലാദേശിൽ കയറുന്ന ഭരണകൂടം ചൈനയുമായിട്ട് ഒത്തുനിൽക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ചൈനീസ് സർക്കാരിന്റെ ഫണ്ടോടുകൂടിയാണല്ലോ ഈ കലാപം തന്നെ വരുന്നത്. അപ്പൊ അത് ചെയ്യുന്നത് ആത്യന്തികമായി ചൈനയുമായിട്ട് കൂട്ടുകൂടിയിട്ട് ഏതെങ്കിലും ഒരു രാജ്യം രക്ഷപ്പെട്ടതായിട്ട് ഈ ലോക ചരിത്രത്തിലില്ല. ശ്രീലങ്ക കൂട്ടുകൂടി അവരിപ്പോ അനുഭവിക്കുന്നു, മാലി കൂട്ടുകൂടിയാൻ പോയി അപകടം മണത്തവരിപ്പോ തിരിച്ച് വീണ്ടും ഇന്ത്യ എടുത്തിട്ട് വരുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും, പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ്? പാകിസ്ഥാൻ, എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ തന്നെ അവരുടെ സ്വന്തമാണോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. അതുമാതിരി ചൈന കയറി പിടിമുറുക്കിയിരിക്കുകയാണ് എല്ലായിടത്തും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മറിയുന്നുണ്ട്. അപ്പൊ അത് ബംഗ്ലാദേശ് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ പോലെ മറ്റൊരു സ്ഥലമായി മാറും. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇസ്രായേലിന്റെ അവസ്ഥയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഇസ്രായേലിന് 4 ചുറ്റും ശത്രുരാജ്യങ്ങളാണ്, ഇന്ത്യക്കും 4 ചുറ്റും ശത്രുരാജ്യങ്ങളാണ്. ശ്രീലങ്കയുണ്ട്, മാലിയുണ്ട്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ചൈന, ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്നു, പാകിസ്ഥാനൊക്കെ കിടക്കുന്നു. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസം, ഇസ്രായേലും ഇന്ത്യ എന്നുള്ള വ്യത്യാസം, ഇന്ത്യ കയറി ഇവന്മാരും അടിക്കാനുള്ള സാധ്യതകൾ ഇല്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി ഇവർക്ക് ആർക്കും ഇല്ല. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷത്തിന് സാധ്യതയില്ല. പിന്നെ ഈ ബംഗ്ലാദേശിൽ ഈ ഭരണമാറ്റം കൊണ്ട് ഇന്ത്യക്ക് ഒരുപാട് തലവേദനകൾ സൃഷ്ടിക്കും. കാരണം ഈ ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമി അടക്കം ഭീകര സംഘടനകൾ വളരെ സജീവമാണ്. അവരാണ് ഇപ്പോഴത്തെ പ്രൊട്ടക്ടിന്റെ ഒരു മുൻനിരയിലൊക്കെ ഉള്ളത്. അപ്പോ അവരിത് പിടിമുറുക്കും. ഇവര് ഉണ്ടായിരുന്ന സമയത്ത് ഈ ഷെയ്ഖ് ഹസീനയൊക്കെ വരുന്നതിന് മുമ്പ് ഇത്തരം ഭീകരവാദികള് ആയിരുന്നു കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ, ട്രെയിൻ അട്ടിമറി, ബോംബിങ്, ഇതൊക്കെ. കാരണം ഇപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഈ കാശ്മീരിൽ കൂടെ ഭീകരരെ കടത്തിവിടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയാണ് ഇപ്പൊ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി വിടുന്നതെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിലുള്ള ഭീകരരെ സംബന്ധിച്ച് ഒരു ആവേശം ഇപ്പോഴുണ്ടാകും. കാശ്മീരിലോട്ട് കയറി വരുന്ന ഭീകരൻ 2 വട്ടം ആലോചിച്ചിട്ടേ കയറി വരുന്നത്. കാരണം അവന് എക്സ്പീരിയൻസിലാണ് ഇപ്പുറത്ത് വന്ന എന്ത് സംഭവിക്കും എന്നുള്ളത്. ഈ ബംഗ്ലാദേശിൽ കിടക്കുന്ന പ്രക്ഷോഭകാരികളെന്ന് പറയാം, ഇപ്പൊ ചെന്ന് ഇന്ത്യയിലോട്ട് 2 ബോംബ് പൊട്ടിക്കുന്ന അവൻ അതിർത്തി കടന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുക അവന് വലിയ ബോധമില്ല. അത് കുറെ ടൈം എടുക്കും, അത് എക്സ്പീരിയൻസ് ആയി വരാൻ. ഈ അതിർത്തി കടന്ന് വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പണി എന്താണെന്നുള്ളത് അപ്പം അത് അറിയില്ല. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് എളുപ്പമാണ്. കാരണം അവർക്കിപ്പോ കാശ്മീരിൽ നിന്നും റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല അവരുടെ ഈ ഭീകര സംഘടനകൾക്കൊന്നും. അപ്പൊ ഇവർക്ക് എന്ത് പറ്റും? ബംഗ്ലാദേശിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പറ്റും, ബംഗ്ലാദേശികളെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ പകുതി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ റോഹിംഗ്യ മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറുന്നത്. അവർ പശ്ചിമബംഗാളിൽ അടക്കം അവരുണ്ട് താനും. അപ്പൊ അവരെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ ഇന്ത്യക്ക് കുറച്ചുകൂടെ കൂടുതൽ കരുതലിലേക്ക് നീങ്ങേണ്ടി വരും. അതുകൊണ്ടാണ്
കഴിഞ്ഞ ദിവസം മമതാ ബാനർജി തന്നെ പറഞ്ഞത് കേന്ദ്രം എന്ത് നിലപാടെടുത്താലും തങ്ങൾ ആ കേന്ദ്രത്തിനൊപ്പമേ നിൽക്കൂ. കാരണം മമത പോലും അയ്യോ, ഭയക്കുന്നുണ്ട് ഇപ്പൊ അത്. മമതാ ബാനർജി ഇതിനു മുമ്പേ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. കേന്ദ്രത്തിന്റെ സഹായം ഒന്നും വേണ്ട, നമ്മൾ കുടിയേറ്റക്കാരെ ഇങ്ങോട്ട് കയറ്റിക്കോളാം എന്നുള്ള ഇപ്പൊ നിലപാട് മാറ്റിയോ മമതാ ബാനർജി? അല്ല, മമതാ ബാനർജി മാറ്റും തന്നെ ഒരു കാര്യമുണ്ട്. കാരണം ഈ ബംഗ്ലാദേശും ബംഗാളും തമ്മിൽ ഏതാണ്ട് 2024 കിലോമീറ്ററോളം, ബംഗ്ലാദേശ് മാത്രമല്ല ത്രിപുരയും ഉം, പശ്ചിമ ബംഗാളിന്റെ ഒരു അതിർത്തി 2024 കിലോമീറ്റർ ഉം, അതിർത്തി ബംഗ്ലാദേശുമായിട്ടുണ്ട്. ഇവിടുത്തെ ഏതാണ്ട് ഉം, ഈ ബോർഡറിലുള്ള ഒരു 6 ജില്ലകൾ ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ അടക്കമുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണ് ഉള്ളത് ഭൂരിപക്ഷം. 6 ജില്ലകൾ. ഉം, ആറ് ഉം, ജില്ലകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 10-40 നിയമസഭാ സീറ്റുകൾ തന്നെ അവിടുന്ന് വരുന്നുണ്ട്. 6 ഉം, എംപിമാരുടെ വരുന്നത്. അപ്പൊ അവിടെ ഒരു കലാപം ഉണ്ടായാൽ അത് ഉം, മമതയെ ബാധിക്കും എന്നുള്ള കാര്യം മമതയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞ ഉം, ഇന്ത്യ മുന്നണി ഗിൻഡി മുന്നണി ഒന്നും അന്നേരം കാണത്തൊന്നുമില്ല. ഉം, മമതയെ ബാധിക്കുമെന്ന് മാത്രമല്ല, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയാൽ ഇപ്പൊ ഈ മോദി റീലോഡിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും ഉം, ഒന്ന് ഒരു വലിയ വമ്പൻ തിരിച്ചുവരവിന്. പുള്ളി ഉം, ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിലാണെന്ന് പറഞ്ഞാൽ ഈ ത്രിപുരയിലോ മണിപ്പൂരിലോ പോലെ അല്ല. അവിടെ ഈ ഉം, ഗോത്രവർഗ്ഗങ്ങൾക്കുള്ള ഒരു പ്രിഫറൻസും പ്രിവിലേജുമാണ് അവിടുത്തെ ഒരു വലിയ അറ്റാക്കിൽ നിന്ന് ഉം, കേന്ദ്ര സർക്കാരിനെ പിൻവലിക്കുന്നത്. പക്ഷെ പശ്ചിമ ബംഗാളിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഉം. നിലവിൽ നമ്മുടെ സൈനിക യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇടവാണ്. കയറി നമ്മൾ പണി നടത്താൻ യാതൊരു മടിയും ഇപ്പോഴത്തെ അവസ്ഥ മോദിക്ക് കാണത്തുമില്ല. കാരണം ഉം. പുള്ളിക്കൊരു ഭയങ്കരമായ ഒരു സംഭവം ആയിരിക്കുമെന്ന് മാത്രമല്ല, ഇപ്പം നിലവിൽ ഈ ഹിന്ദു സംഘടനകളും BJP ഒക്കെ അവിടുത്തെ ഈ ഹിന്ദു ആക്രമണത്തിനെ എതിർക്കുന്നു. ഇതെല്ലാം കൂടെ മുൻകൂട്ടി കണ്ടു. മമത ഞാൻ പറഞ്ഞില്ല, ഒരു നല്ലൊരു പൊളിറ്റീഷ്യന്, കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു ഉം, പൊളിറ്റീഷ്യൻ. അല്ലാതെ ഈ എന്താ പറയുന്നത്, ചുമ്മാതെ പറയുമെങ്കിൽ പോലും പൊളിറ്റിക്കലി അവര് ഉം. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നടത്തുമെങ്കിൽ പോലും അവര് ഈ രീതിയിലേക്ക് അവർ ഒതുങ്ങിപ്പോകാനുള്ള പ്രധാന കാരണം അതാണ്. കാരണം ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മമത എന്ന് പറയുന്ന ഒരു സാധനം പിന്നെ ഈ രാജ്യത്ത് കാണത്തില്ല. അവരുടെ ഭരണവും ഉം. ഉണ്ടാകില്ല. പശ്ചിമ ബംഗാൾ ഇപ്പൊ തന്നെ ക്രമസമാധാന നിലത്തെ തകർന്നു എന്നാണ് ഏറ്റവും മോശമായ ക്രമസമാധാന ഉം. നില ഉള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇത് അപ്പൊ അവിടെ ഈ ഇത് പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം. ഇന്നലെ ട്വിറ്ററിൽ ബീച്ചേട്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബംഗ്ലാദേശിന്റെ പുതിയൊരു മാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാളും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. ബംഗ്ലാദേശില് അവിടുത്തെ കലാപകാരികൾ പുറപ്പെടുവിച്ച ഒരു മാപ്പില് വെസ്റ്റ് ബംഗാളിന്റെ പടവും കൂടെ ചേർത്ത് മുഴുവനായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു ഭാഗം മുഴുവൻ അടർത്തിയെടുത്തുകൊണ്ട് ബംഗ്ലാദേശിന്റെ പുതിയ മാപ്പ്, അതാണ് ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വലിയ രീതിയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പണി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ധനുഷ് ഈ മാപ്പ് അന്നാ കണ്ടു, ഇന്നലെ അല്ലേ? ഇന്നലെ കണ്ടു. 100 വർഷം വലിയ 100 ആ വർഷം മുമ്പ് 100 ഉം, വർഷം മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടങ്ങുന്ന ഒരു വലിയ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് ഇവിടെ ഒരു സംഘടന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും ആ സംഘടന അതുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ പേര് അതെ അതെ. RSS എന്നാണ്. അപ്പൊ ഉം, അവര് 100 വർഷം മുമ്പ് അത് അതായത് ഇത്രയും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടൊരു സംഘമാണ് അവിടെ. ഉം, അവിടെയാണ് ഇന്നലെ ഉം, വന്നത് ഈ സംഘടനയൊക്കെ ഒരു മാപ്പ് ഉം, ഒരു ഉം, കൊണ്ടുവരാം. അല്ലൊന്നും വലിയ കഥയൊന്നും എന്താ പറയുക, പാകിസ്ഥാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഉം, ഇപ്പൊ ഈ അടുത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, റഷ്യയാണ് ഇന്ത്യയുടെ ഭാഗമാണ് അധിനിവേശ കാശ്മീർ എന്ന് കൂടി കാണിച്ചുകൊണ്ടിരിക്കുക. ലോകത്ത് ആദ്യമായിട്ട് ഉം, മാപ്പ് ഉം, ഇറക്കിയത് ഉം, റഷ്യയാണ്. ഇപ്പൊ ഉം, പാകിസ്ഥാൻ അവരുടെ കോടതി പറഞ്ഞില്ലേ അധിനിവേശ ഉം, കാശ്മീരോട് ബന്ധമില്ല. അപ്പൊ മാപ്പൊക്കെ വരയ്ക്കാൻ ഒരു സുഖമുണ്ട്, വരയ്ക്കുന്നതെന്നല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതൊന്നും ഉം, അല്ലാത്ത കാലത്ത് 100 കൊല്ലം മുമ്പ് ഒരു സംഘടന ആ അഖണ്ഡ ഭാരതത്തിന്റെ മാപ്പ് വരയ്ക്കുകയും ഒപ്പം തന്നെ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടന ഈ ലോകത്തും, ചെറിയ സംഘടന, ശക്തമായ ഉം. സംഘടനയാണുള്ളത്. അവിടെ ഉള്ളപ്പോഴത്തേനും ഇവന്റെ മാപ്പൊക്കെ എന്തെടുക്കാനാണ്? അതൊക്കെ അവിടെ ഇരിക്കും, ഒരു രസമായിരിക്കും, അവർക്ക് ഒരു രസം, ഒരു സുഖമൊക്കെ ആയിരിക്കും. അല്ല, അതിനകത്തൊന്നും വലിയ ബിഷപ്പ് കഥയൊന്നുമില്ല. പറഞ്ഞപ്പോ ഞാൻ അത് കണക്ട് ചെയ്തത്, ഈ ബംഗ്ലാദേശില് പല ഭാഗങ്ങളിലും അല്ല, വെസ്റ്റ് ബംഗാളിലെ പല ഭാഗങ്ങളിലും ഈ ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ മുസ്ലിംസ് കുടിയേറി സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി മമതാ ബാനർജി വിചാരിച്ചാൽ പോലും അവിടെ മമതാ ബാനർജിക്ക് ആധിപത്യം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 6 ജില്ലകൾ അവർ ഉം, ഭൂരിപക്ഷമാണ്. 6 ജില്ലകൾ. അത് ഉം, ഏറ്റവും വലിയ രസമെന്ന് വെച്ചാൽ അവിടുത്തെ തദ്ദേശീയ മുസ്ലിംസ് ഉണ്ട്. അവിടെ ഈ ഉം, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്നവരുണ്ടല്ലോ. ഉം, അവരുടെ ഈ സംവരണം അത് ഇവിടെ മാത്രമല്ല, ഈ ബംഗാളിൽ മാത്രമല്ല, ആസാമിലും ഉണ്ട്. തദ്ദേശീയരായ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട സംവരണമുണ്ട്, അവരുടെ ഉം, കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ജോലി, ഇതെല്ലാം വന്ന് ഈ കുടിയേറിയ മുസ്ലിംസ് കരസ്ഥമാണ്. MLA മാര് ഉം, പശ്ചിമ ബംഗാളിൽ, ആസാമില് മുൻപ്, ഇപ്പോഴല്ല, മുമ്പ് 25 MLA മാര് കുടിയേറിയ മുസ്ലിംസ് ആയിരുന്നു. ഉം, അതായത് ശരിക്കും പാർട്ടിക്കാർ പോലും അവർക്കാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ പ്രശ്നം വന്നത്. അവിടുത്തെ ഈ പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഉം, ഹിന്ദുക്കൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതല്ല അവരുടെ പ്രശ്നം. 1971 ശേഷം വന്ന് എല്ലാവരെയും അടിച്ച് പുറത്താക്കണം, ഉം, ഉം, അതാണ് ഉം, അവരുടെ ഒരു നയം. അതിനകത്ത് ഈ ഉം, ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിംസ് ഉണ്ട്, പശ്ചിമ ഉം, ബംഗാളിലെ ബ്രാഹ്മിൺസ് ഉണ്ട്, അതും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്.
അത് പിന്നെ ഇപ്പൊ ചർച്ചകളൊക്കെ നമ്മൾ പലവട്ടം നടത്തി എനിക്ക് തോന്നുന്നത് 2000 വരെ എങ്ങാണ്ട് വന്നവർക്ക് കൊടുക്കാന്നോ എങ്ങനെങ്ങാണ്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു. അല്ലാതെ അവരുടെ പൗരത്വ ഭേദഗതി സമരവും നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പൗരത്വ ഭേദഗതി സമരവും രണ്ടും രണ്ടാണ്. അപ്പൊ അതിലൊന്നും വലിയ കഥയൊന്നും ഇല്ല. എന്താ പറഞ്ഞ ഒരു എന്താ ഈ മമതയെ സംബന്ധിച്ച് ഡേഞ്ചർ ആയിട്ടൊരു പോക്കാണ്. അതാണ് അവരിപ്പം സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും അതിന് ഒപ്പം നിൽക്കും. അത് ഇന്നലെ വേറൊരു കാര്യങ്ങളുണ്ട്. അത് അവരൊരു മുന്നറിയിപ്പ് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ബംഗാളിൽ. ആരും പ്രകോപനപരമായ പ്രസംഗമോ പ്രസ്താവനയോ പോസ്റ്റുകളോ ഒന്നും ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ ഫർഗാന 24, നോർത്തും സൗത്തും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏത് നിമിഷവും ലഹള ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ്. ലഹള ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ ഈ മോഡിയുടെ ഇപ്പോഴത്തെ ഒരു നില വെച്ചിട്ടാണെങ്കിൽ പുള്ളിക്ക് അവിടെ അടിക്കുന്നുണ്ട് യാതൊരു ടെൻഷനും ഇല്ല. ഈ മണിപ്പൂരൊന്നും കയറി അറ്റാക്ക് ചെയ്യുന്ന പോലെ അല്ല പശ്ചിമ ബംഗാളിൽ. അത് ഗോത്ര വർഗ മേഖലയാണ്. അവർക്ക് കുറെ പ്രിവിലേജ് ഉണ്ട്. ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നും ഇല്ല. ഇവർ കയറി നിരങ്ങും ചെയ്യും. കാരണം അമിത്ഷാ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം ബലം പ്രയോഗിച്ചാണല്ലോ ഞങ്ങൾ പശ്ചിമ ബംഗാളിൽ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മമത ഭയന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മമതയുടെ രാഷ്ട്രീയ ഭാവി അതോടെ തീരും അവിടെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ. കാരണം അതൊരു വലിയ രീതിയിലേക്ക് ഒരു പോളറൈസേഷൻസ് ഉണ്ടാക്കും എന്ന് മാത്രമല്ല, അത് രാജ്യം മുഴുവൻ മമതയ്ക്കെതിരെ തിരിയുന്ന ഒരു രീതിയിലേക്ക് മാറും. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ബംഗ്ലാദേശിന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരൊന്നും തൊടാതെ നിൽക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ CPM DYFI ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി പോസ്റ്റ് ഇടണം. ഇപ്പൊ ആകെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ മാത്രമല്ലേ ഉള്ളൂ അതിൽ ആഘോഷം നടത്തുന്നത്. വേറെ ഒരാളും ആഘോഷം നടത്തുന്നില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു രാഷ്ട്രീയ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഈ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി രണ്ടും രണ്ടാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി മാറിയിരിക്കുകയാണ്. അല്ല, ഇന്ത്യയിൽ തന്നെ അവര് രണ്ട് വിഭാഗം ഉണ്ടായിരുന്നല്ലോ. ഒരു വിഭാഗമല്ല, ജമാഅത്ത് ഇസ്ലാമി പല വിഭാഗമുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ഒരു സിസ്റ്റമാണ്. ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ നിരോധിച്ചു. ഈ അടുത്ത കാലത്ത് അവരുടെ സ്വത്തുവകളൊക്കെ നമ്മൾ നിരോധിച്ചു. പാകിസ്ഥാനി ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, അതുപോലെ തന്നെ ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇതൊക്കെ ലക്ഷ്യവും കാര്യങ്ങളും ബേസെല്ലാം ഒന്നാണ്. അതിനകത്ത് സിസ്റ്റങ്ങൾ ചെറുതായിട്ട് മാറുന്നേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ലോകത്തെങ്ങും മാറിയിട്ടില്ല. അവര് ബാക്കിയുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് അടക്കമുള്ളത് ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്നത് അവരുടെ സംഘടനയാണ്. പല രാജ്യത്ത് പല പേര്, അവരുടെ പേരുകളിൽ ഒരു ഫ്രണ്ട്ലി തോന്നും, പക്ഷെ പേരിലുള്ള ഫ്രണ്ട്ലിയേ ഉള്ളൂ. അതായത് പേര് മാത്രമേ മാറുന്നുള്ളൂ, അകത്തുള്ളത് മൊത്തം സുഡാപ്പികളാണെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഒരു വലിയ രാക്ഷസൻ സുന്ദരൻ എന്ന് പേര് സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ശാന്തൻ എന്ന് പേര് സ്വീകരിച്ചാൽ എന്തിരിക്കും? അയാളല്ലാതായി മാറുന്നില്ല, പേരിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിലൊന്നും കാര്യമൊന്നുമില്ല, സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. അത് അവരുടെ ഐഡിയോളജിയും കാര്യങ്ങളെല്ലാം ബേസ് ഒന്ന് തന്നെയാണ്. ഇസ്ലാമിക രാജ്യം, ശരീഅത്ത് നിയമം, മതാധിഷ്ഠിതമായ കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാണ്. ഇതെല്ലാവരുടെയും, അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തെല്ലായിടത്തും ഒരു സാധനം തന്നെയുള്ളൂ, പേരിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ മമതാ ബാനർജി കിടുങ്ങി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കണ്ടു, കേന്ദ്രം എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്നാണ് രാഹുൽ ഗാന്ധി അടക്കം പറയുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇനിയിപ്പോ ബംഗ്ലാദേശിൽ നമുക്ക് ഒരുപാട് ട്രേഡ് റൂട്ടുകളൊക്കെ തുറന്നു നിന്നിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാരാണ് അവിടെ വരുന്നതെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഈ ട്രേഡിങ് നമ്മൾ അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ട്രേഡിങ്സ് ഉണ്ട്. കാരണം അവരുടെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അവിടുന്ന് തന്നെ ഈ ഏറ്റവും കൂടുതലുള്ളത് ഈ കന്നുകാലി കച്ചവടമുണ്ട്. ഈ പോത്തുകളെയും മറ്റുമൊക്കെ ഉള്ള ട്രേഡിംഗ് ഉണ്ട്. അതൊക്കെ അവിടുത്തെ ലോക്കൽസിന്റെ ഒരു വലിയ ബിസിനസ് ആണത്. അപ്പൊ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് ഈ കാശ്മീർ പോലെ ഒരു വലിയ ഇഷ്യൂസ് ഉള്ള ഏരിയാസ് നമുക്ക് കുറവാണ്. അവരുമായിട്ട് ഉണ്ട്, ഇല്ലെന്നല്ല. മിസോറാമിലുണ്ട്, ആസാമിലുണ്ട്, ത്രിപുരയില്, പശ്ചിമ, അങ്ങനെ കുറെ ഭാഗങ്ങളേ ഉള്ളൂ. കാശ്മീർ പോലെ ഇപ്പം കാശ്മീരിൽ ഭീകരർ കയറിയ പോലെ വലിയൊരു ഇഷ്യൂസ് ഉണ്ടാകാതെ നോക്കാൻ പറ്റുന്ന ഏരിയാസ് ആണ് നമുക്ക് ഈ ഭാഗങ്ങളിലുള്ളത്. ഇപ്പൊ അവർക്കും ട്രേഡിങ്സ് നടത്താതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടുത്തെ ആൾക്കാർ, ഈ ബംഗ്ലാദേശിലെ ആൾക്കാര് ചൈനയെ പണിക്ക് പോകത്തില്ലല്ലോ. അവിടെ ഉള്ളവന്മാരെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കാൻ അവർക്ക് വയ്യാതിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടുന്ന് അവർ കയറി പണിക്ക് അങ്ങോട്ട് പോകത്തില്ല. അവർ ചൈന മിക്കവാറൊക്കെ നോക്കുന്നത് അവരുടെ ചരക്ക് ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെ? അത് അവർ കൊടുക്കുന്ന നിലവാരം താഴ്ന്ന ചരക്കുകളാണ്, അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാണ് പാകിസ്ഥാനിലും കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ പൈസ ഇല്ലെങ്കിൽ അവരുടെ അതല്ലേ കൊടുക്കത്തുള്ളൂ. ഇനി ഇവരെവിടെ പോയി പണിയെടുക്കും? ഇവർക്ക് പോകാനിടവില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ UAE മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അവിടെ കിടന്നൊക്കെ അലമ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ദൂരെ കളയുമെന്ന് പറഞ്ഞിട്ട്. പാകിസ്ഥാനികളെ ഇപ്പൊ അവന്മാരും എടുക്കുന്നില്ല, ഗൾഫ് രാഷ്ട്രങ്ങൾ എടുക്കുന്നില്ല. കാരണം എല്ലാ രാജ്യങ്ങളും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഇവര് ഇന്ത്യയിലാണ് അവർക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നത് ഈ ബംഗ്ലാദേശികൾക്ക്. എന്താ പറയുന്നത്, വന്ന് എങ്ങനെ ഇവർക്ക് തട്ടിമുട്ടി നിൽക്കാൻ പറ്റുന്നത്. ഗൾഫ് കൺട്രീസ് ഒന്നും അതുപോലും പറ്റത്തില്ല, കാരണം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് റൂൾസും ഒക്കെ ഉള്ളത്.
അപ്പൊ അതൊരു വലിയ വിഷയം. പിന്നെ ഈ ഉൽപ്പന്നങ്ങൾ എവിടുന്ന് വാങ്ങും എന്നുള്ളത് മറ്റൊരു വിഷയം. അത് നമുക്ക് ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഈ ഭക്ഷണം പോലുള്ളത് അരി, ഗോതമ്പ്, അതുപോലെ നമ്മുടെ തേയില, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ പശ്ചിമ ബംഗാൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ തേയില ഉൽപാദക സംസ്ഥാനങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ പശ്ചിമ ബംഗാൾ ആയാലും ഇന്ത്യ ആയാലും ഈ പാകിസ്ഥാനും ഈ ബംഗ്ലാദേശൊക്കെ ആയാലും നമ്മുടെ ഒരു കൾച്ചറും നമ്മുടെ ടേസ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അത്. പക്ഷെ ഇപ്പൊ കയറിയിരിക്കുന്ന ഭരണകൂടത്തിനും അധികം നിലനിൽക്കാൻ കഴിയില്ല. ഇത് ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ, മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നു ബംഗ്ലാദേശ്, അങ്ങനെ ഒരു രീതിയിലേക്ക് ഇത് മാറും. ഇത് ഇന്ത്യക്ക് ഒരു തലവേദനയാകും, ഇത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് തലവേദനയാകും. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള അറിയില്ല. എങ്ങനെ ഇപ്പൊ രണ്ടിടത്ത് ഇപ്പൊ അലമ്പായില്ലേ, രണ്ടിടത്തല്ല 3 സ്ഥലത്ത് ഇപ്പൊ അലമ്പായിട്ട് കിടക്കുക. മ്യാൻമാറിൽ നിന്നും മണിപ്പൂരിലൊക്കെ 10,000 പേര് 5 വർഷത്തിനിടയ്ക്ക് മണിപ്പൂരിൽ നുഴഞ്ഞു കയറിയത് അവരെ പിടിച്ചിട്ടുണ്ട് ഇപ്പം. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. എന്തായാലും ബംഗ്ലാദേശിന്റെ കാര്യം കട്ടപ്പുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഖാലിദ സിയ, ബംഗ്ലാദേശിന്റെ മുൻ പ്രതിപക്ഷ നേതാവും നമ്മുടെ ഷെയ്ഖ് ഹസീന ജയിലിലടച്ച വീട്ടുതടങ്കലിലാക്കിയ ഖാലിദ സിയെ ഇപ്പം വിദ്യാർത്ഥികൾ എന്നാണ് അവർ പറയുന്നത്. വിദ്യാർത്ഥികൾ ജയിൽ ഇടിച്ച് തുരന്ന് ജയിലിൽ തീയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അവിടെയുള്ള പാവപ്പെട്ടവരുടെ വീടുകളൊക്കെ വിദ്യാർത്ഥികൾ പോയി കത്തിക്കുന്നുണ്ട്. സംവരണ വിരുദ്ധ പ്രക്ഷോഭം, വെറും മനുഷ്യത്വത്തിന്റെ പേരിൽ അങ്ങനെ കത്തിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പുറത്തിറക്കുന്നുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൂക്കിക്കൊന്ന ഒരു നേതാവുണ്ട്. അങ്ങനെ പേര് വന്നിട്ട് മിർഖാസിം അലി. അയാളുടെ മോൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനും ഒരു ബോൺ ക്രിമിനലാണ്. അവൻ BNP നേതാവായിട്ട് അഹമ്മദ് ബിൻ ഖാസിം എന്ന് പറഞ്ഞവൻ ഇപ്പൊ പുറത്തിറക്കിയിട്ടുണ്ട്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ മറ്റേ ബാഹുബലി ഫസ്റ്റില് കാലകേയന്മാര് വരുമല്ലോ, നിംഡ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇവനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടെ പുറത്തിറങ്ങി അവിടെ നടമാടുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത്, യവന്മാരെല്ലാം പിറകെ നിൽപ്പുണ്ട്. അപ്പോ വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞു നമുക്ക് ഇവരെയൊന്നും വേണ്ട, നമുക്ക് മുഹമ്മദ് യൂനിസ് മതി. പുള്ളി അപ്പൊ നോബൽ സമ്മാനത്തിന് വേണ്ടി ഉടുപ്പും തച്ചു വെച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഒളിമ്പിക്സിൽ തെണ്ടാനായിട്ട് അങ്ങോട്ട് പോയേക്കാണ്. അവിടെ തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞു ഞാൻ ആയിക്കോളാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവരെല്ലാം മുമ്പിൽ നിർത്തി പിറകിൽ ഇവരൊക്കെ നിപ്പുണ്ട്. ഇവരെ പിറകില് ഇപ്പൊ പാകിസ്ഥാനും ചൈനയും നിപ്പുണ്ടെന്ന് പറയുന്നു. പാകിസ്ഥാൻ പിറകെ നിപ്പുണ്ട്, പാകിസ്ഥാന്റെ പിറകെ ചൈന നിപ്പുണ്ട്. ഇനി ചൈനയുടെ പിറകിൽ ആരെങ്കിലും നിപ്പുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബംഗ്ലാദേശിന്റെ കാര്യം കട്ടപ്പോയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. പിന്നെ ഈ ഖാലിദ സിയ അവര് പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പ്രധാനമന്ത്രി ആകണ്ട എന്ന് പറഞ്ഞ് താരിഖ് റഹ്മാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അത് പുള്ളിക്കാരന്റെ മകനാണ്. അങ്ങനെ ഒരു ലോഡ് ആൾക്കാരാണ് അവിടെ ഇത് തച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുണ്ട്. അത് വേറെ കാര്യം. ഇതിന്റെ ഇടയിൽ അപ്പുറത്ത് ബംഗ്ലാദേശിൽ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ വീഡിയോ പൊക്കിപ്പിടിച്ചുകൊണ്ട് ധ്രുവ് റാഠി നിൽപ്പുണ്ട്. ഇതിന്റെ ഇപ്പുറത്ത് മീഡിയ വൺ അറുമാദിക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല പിച്ചേട്ടാ. എന്തായാലും നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് കാത്തിരുന്ന് കാണാം ഇതെങ്ങോട്ട് പോകും. താങ്ക് യു പിച്ചേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.